എക്സ്പീരിയൻസ് ഫിലിം തന്നെയാണ്. തിയേറ്റർ വാച്ചുകളാണ്. റിയാലിറ്റി നല്ല രീതിയിൽ പടത്തിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ വാച്ചുകളായിട്ട് കാണേണ്ട പടം എന്ന് പറയാൻ കാരണം നമ്മളെ പടം പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു എഫക്റ്റ് തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. തിയേറ്റർ വാച്ചുകൾ മസ്റ്റ് വാച്ച് പടം തന്നെയാണ് മഞ്ഞു ബോയ്സ്. പടം കൊള്ളാം, അടിപൊളി പടമാണ്. മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് പടം. ത്രില്ലിംഗ് പടമാണ്. ഇമോഷൻ ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എല്ലാം ഉണ്ട്. സർവൈവ് ത്രില്ലർ ജോണറാണ് പടം. ഫ്രണ്ട്ഷിപ്പ് പടം എല്ലാം അടിപൊളിയായിട്ട്, എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. അങ്ങനെയല്ല, എല്ലാവരും ഒത്തു കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. സൗബിക്ക് അടിപൊളിയായിട്ട്, സൗബിക്കാണ് മെയിൻ. അങ്ങനെ അടിപൊളിയായിട്ട് ഓവറോൾ ഗുഡ് ഫീൽ പടമാണ്. ഫ്രണ്ട്ഷിപ്പിന് ബേസ് ഉള്ള പടമാണ്. പ്രതീക്ഷ പോലെ തന്നെ അടിപൊളി. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എന്നാലും എക്സ്പീരിയൻസ് അറിയാൻ പറ്റും. ഗംഭീര സൗണ്ടിലും ശ്രീനാഥ് വാസി ഒക്കെ പൊളിച്ചിട്ടുണ്ട്. ഷൈജുവേട്ടൻ സിനിമാറ്റോഗ്രാഫി, ചിദംബരം, എല്ലാവരും അടിപൊളി പോകും. തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. മൂവി എന്ന് പറയുന്നത് സുഷിൻ ശ്യാം പറഞ്ഞ പോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റിയിരിക്കുകയാണ്. കാരണം സർവൈവൽ ത്രില്ലറുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഭാവനയിലുള്ളത് മാത്രമാണ്. പക്ഷേ ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. പിന്നെ ഇവർ സിനിമയിൽ സൂപ്പർ താരങ്ങളില്ല എന്ന് പറയുന്നതോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. സിനിമയുടെ സ്ക്രീനിൽ സൂപ്പർ താരങ്ങളില്ലെങ്കിലും അണിയറയിൽ നമുക്കറിയാം ഏറ്റവും സൂപ്പറായിട്ടുള്ള ടെക്നീഷ്യന്മാരാണ്. അതിലിപ്പോൾ സുഷിൻ ശ്യാമിനെ പറയണോ, ആർട്ട് ഡയറക്ഷൻ അജയൻ ചാലിശ്ശേരി. കാരണം ഇതിൽ കാണിച്ചിരിക്കുന്ന ഗുണ കേവ് എന്ന് പറയുന്ന ഒരു സെറ്റാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ഡയറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചിദംബരം. അതുപോലെ തന്നെ ഈ ഒരു സുഹൃത്തിന് വേണ്ടി നിങ്ങൾ ഏതറ്റം വരെ പോകും, നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിലല്ല. സുഹൃത്ത് ബന്ധത്തിൻ്റെ ആഴം വളരെ ഇമോഷണലായി, വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവസാനം റിയൽ മഞ്ഞുമൽ ബോയ്സിനെ കാണിക്കുമ്പോൾ ആ ഗൂസ് ബമ്പ് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മസ്റ്റ് വാച്ച് സർവൈവൽ ത്രില്ലറാണ്. ലാഗ് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല. ഡയറക്റ്റ് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് അടക്കമാണ്. ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് അവരുടെ ബാല്യകാലവും അവരുടെ ആ സംഭവം നടക്കുമ്പോൾ അവസ്ഥയും മാറി മാറി കാണിച്ചുകൊണ്ട് ആ ഇമോഷൻ നമുക്ക് പൂർണ്ണമായി നൽകാൻ വേണ്ടി സംവിധായകന് സാധിച്ചിട്ടുണ്ട്. മസ്റ്റ് വാച്ച് മൂവിയാണ്.